മുബാർക്ക് ഇവിടുന്ന് ബംഗാളിൽ പോയിട്ട് മലയാളത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടോ? മീൻസ് അറിയാതെ അമ്മന്റെ കൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെ മലയാളം കയറി പോകും. പിന്നെ എന്റെ ഭാര്യന്റെ കൂടെ സംസാരിക്കുമ്പോൾ മലയാളം കയറി പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഹിന്ദി വരും. നാട്ടിൽ പോയി വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. ഇവിടെ വന്നിട്ട് ബംഗാളിൽ മിസ് ചെയ്തിട്ടുണ്ടോ? ബംഗാളില് മിസ്സാകെ പറഞ്ഞല്ലേ ഒരു രസഗുല്ല, കൊൽക്കത്ത രസഗുല്ല, പിന്നെ തൈര്, കട്ടയുള്ള തൈര് ഭയങ്കര നമുക്ക് ഇഷ്ടം. നമ്മളുടെ നാട്ടിലെ കൂലി എത്ര ഇല്ല, കൂലി കമ്മി, പക്ഷെ അവിടെ തന്നെ ചെലവ് കമ്മി ഉണ്ട്. ഇവിടെ ചെലവ് കൂടുതലാ. കൂലി ഉണ്ടല്ലോ. ഇപ്പൊ ബംഗാളി മൂവീസ് ഇല്ലേ? ബംഗാളി മൂവീസും കേരളത്തിലെ മൂവീസും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളുടെ ബംഗാളി മൂവീസ് ഇത്ര നല്ലയില്ല, വരത്തില്ല. ഞാൻ കാണാറില്ലേ, കഥ ഉണ്ടാവലുണ്ടോ? കഥ ഉണ്ടാവില്ല, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്. കേരളന്റെ സിനിമ നോക്കിയിട്ട് അവിടെ സിനിമ ഉണ്ടാക്കും. സൗത്ത് കേരള ഈ സിനിമ നോക്കിയിട്ട് അവിടെ സിനിമ ഉണ്ടാക്കും. അതാണ് ഇഷ്ടായില്ല. എന്നാലും ബംഗാളില് കാണാൻ പറ്റും, ഞങ്ങളൊക്കെ കാണണം എന്ന് പറയുന്ന സിനിമ ഏതെങ്കിലും ഉണ്ടോ? മറ്റേ ഒരേ സാഥി ഒരു സിനിമ കണ്ടു, പക്ഷെ മലയാളത്തില് ഉണ്ടായിരിക്കും. മലയാളത്തില് ആ പാട്ട് കേട്ടിനി. ആ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുമ്പാർക്ക് പാട്ട് പാടൂലേ? പാടും, മലയാളത്തിൽ പാട്ട് പാടും. എനിക്കറിയാം. അറിയില്ലേ? പാട്ട് അറിയില്ലേ? ഒരു പാട്ട് മലയാളത്തിൽ പാട്ട് പാടും. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അമ്പനെയാണ് കുറച്ച് തെറ്റിപ്പോയി പോവും. അത് സാരല്ല. കണ്ണോടി കണ്ടപ്പോൾ കണ്ടെത്തിനാൻ 1000 താരകൾ പൂത്തു വിന്നു, പിന്നെയോ കണ്ടെന്നാരെ പുഞ്ചിരി പൂത്തോലിന്നു, കാണാതെ വയ്യാനെ തൊന്നലായി, കണ്ടിട്ടു പോരാതായി, തൊട്ടുപ്പുളത്മാവെ തെന്നറന്നു, പൂ പോലെ നീ വീരുന്നു, ഉള്ളിൽ ഒൽപ്പിച്ചി മൊഹമേല കല്യത്തറകൾ തുള്ളികളായി, കണ്ടെന്നരം കൊണ്ടല്ലേ മിന്നലായി, മിന്നൽ വല കാലിട്ട് പിന്നലകെ ഇത്തിത്തോട ഇത്തോമില്ല മാരിവില്ലാട് നീ. ഞാൻ ശരിക്കും പറഞ്ഞ മുബാർക്ക് നാടൻ പാട്ട് പാടുന്ന വിചാരിച്ചേ. പക്ഷെ പുതിയ പാട്ട് വരുമ്പോ നമ്മള് പുതിയ പാട്ട്, വേറെ പാട്ട് പഠിക്കണം. ടൈം കിട്ടില്ല, ഭയങ്കര തിരക്കാ, പണി, പിന്നെ യൂട്യൂബിലെ എഡിറ്റിങ്, അതായത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം പണിയൊക്കെ നിർത്തി ഇൻഫ്ലുവൻസറിലേക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലേ? അത് എന്താ അറിയോ, പണി ഒഴിവാക്കാൻ പാടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോണം. നോക്കട്ടെ, ഇപ്പൊ എന്താ അറിയോ, ഭയങ്കര ഇപ്പൊ തിരക്കലായി. പണിയില്ലെങ്കിൽ പിന്നെ നടക്കൂല. പണി എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മമ്മൂത്തില്ലണ്ട. പണി വേണം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആക്കണം, പിന്നെ പോണം. അങ്ങനെ പണി എപ്പോഴും വേണം. അതെ, ഇടയ്ക്കിടയ്ക്ക് പണി വേണം, ഇല്ലെങ്കിൽ നടക്കൂലല്ലോ. പിന്നെ സിനിമയിലെ പോയില്ല, പിന്നെ ടൈം കിട്ടില്ലല്ലോ. അതില്ല. അപ്പൊ സിനിമയിൽ പോകുന്ന വരെ പണി വേണം. മലയാളം സിനിമ ഇഷ്ടമാണ്? ഏതാ ഏറ്റവും ഇഷ്ടം? കാണാറില്ലേ? ഞാൻ പേര് ഓർമ്മ വരൂല്ല, പക്ഷെ ഞാനൊരു ഹിന്റ് പറയാ. ദുൽഖർ സൽമാന്റെ ഒരു ബാങ്കിൽ പോയിട്ട് ജോലി ചെയ്യും. ദുൽഖർ സൽമാനാണ് ഇഷ്ടം? ദുൽഖർ സൽമാൻ, നാസ്ലീൻ, പിന്നെ കുറെ പേരുണ്ട്. അമ്പാൻ ചേട്ടന്റെ കൂടെ പണിയെടുത്തി. സിനിമ ചെയ്തി. അമ്പൻ ചേട്ട അടിപൊളി. അമ്പൻ ചേട്ട, പിന്നെ മഞ്ജു പിള്ള. എന്ത് പറഞ്ഞു? മഞ്ജു ചേച്ചി അടിപൊളി ആൾ, ഭയങ്കര സന്തോഷമുള്ള ആൾക്കാർ. മുബാർക്ക് പറഞ്ഞ ഒരു വർത്തന പറഞ്ഞ് റീൽസ് ചെയ്തി, മറ്റേ മുബാറക്കിനെ അത് പറയണമെന്ന് വിചാരിച്ചു. മുബാറക്കിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചത്. നാശകൂസ, ജാസ്തി, അങ്ങനത്തെ വാക്കൊക്കെ. ജാസ്തി ഹിന്ദിയില് പറയാ. ജാസ്തി എന്ന് പറയാം. മലയാളത്തിൽ
കുറവാണ്. കുറവ്. പക്ഷെ ഉണ്ട്, പക്ഷെ കുറവാണ്. ഉണ്ട്. ചില കൊറിയ ഭാഷ ഹിന്ദി മലയാളം സെയിം ഉണ്ട്. ഹിന്ദി മലയാളം സെയിം. സെയിം ശിക്ഷ അത് ഹിന്ദി, ശിക്ഷ ശിക്ഷ. പിന്നെ പരീക്ഷ ആകാശം, പക്ഷെ ഹിന്ദിയിലെ ആകാശ്. പിന്നെ പരീക്ഷ ഹിന്ദിയിലെ പരീക്ഷ. പിന്നെ കൊറിയ ഉണ്ട് സെയിം ഉണ്ട് ഹിന്ദിയില്. ലക്കി ഭാസ്കർ അടിപൊളി ഒരു സിനിമ, ഭയങ്കര നല്ല ഇഷ്ടമായി ലക്കീഷ്. നസ്ലിന്റെ ഒരു സിനിമ കണ്ടു, കല്യാണി നായിക പുതിയ സിനിമ അത് കണ്ടി. നസ്ലിൻ അടിപൊളി. ഓ നാടി പറഞ്ഞാല് അതെ കേരളത്തിൽ എല്ലാവർക്കും നല്ല അകത്ത് നടിയില്ല, കേരളത്തിൽ സൂപ്പർ ഒക്കെ നടി നടൻ എല്ലാം നല്ലതാണ്. ദുൽഖർ സൽമാൻ, പിന്നെ നസ്ലിൻ, പിന്നെ അത് മെയിൻ നായകൻ മറന്നു പോകുന്നുണ്ടോ, മോഹൻലാൽ, മമ്മൂട്ടി. മോഹൻലാൽക്ക് ബഹുമാൻ ആയിട്ട് എന്താ പറയാ, ലാലേട്ടന്റെ കൂടെ നമുക്ക് കാണാൻ പറ്റുമോന്ന് ആഗ്രഹം ചെയ്യാം, നോക്കാം. റെഡി ആവും. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയൂലോ, വ്ലോഗ് ഇടൂലോ അല്ലെ. ലാലേട്ടൻ കാണണം. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അത് ബംഗാളിലാണോ ഇഷ്ടം അതോ കേരളത്തിലെയാണോ ഇഷ്ടം എന്നുള്ള കേരള അത് പറയേണ്ട ആവശ്യമില്ലേ. അതെ കേരള അടിപൊളി. ഫുഡ് കേരള. ബംഗാളിലെ ഏറ്റവും നല്ല ഫുഡ് ഏതാ? ബംഗാളിലെ ഏറ്റവും നല്ല ഫുഡ് പറഞ്ഞാല് തൊർക്ക റൊട്ടി. അവിടെ റൊട്ടി തൊർക്ക ഒരു കറി, അത് നല്ല ഇഷ്ടം. കേരളത്തിൽ സാമ്പാർ കറി, ചോറ്, സാദാ ചോറ്, സാമ്പാർ കറി. ബിരിയാണി സത്യം പറഞ്ഞാൽ എത്ര ഇഷ്ടമായില്ല. മന്തിയോ ഇഷ്ടമായില്ല. സാമ്പാർ കറി ഇടയ്ക്കിടയ്ക്ക് നല്ല രസമുണ്ട്, പക്ഷെ ഡെയിലി അത്ര സുഖമില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് മന്തി ബിരിയാണി കഴിക്കാറുണ്ട്. ആൾക്കാരോ? ഓ ആൾക്കാര് അടിപൊളി ആൾക്കാര്, ഭയങ്കര നല്ലത്. കൾച്ചർ പറഞ്ഞാല് ഇവിടെ തന്നെ നിന്നിട്ട് കുട്ടി എടുത്തിട്ട് നാട്ടിൽ പോകുമ്പോൾ ബസ്സില് പോകണ്ടോ ട്രെയിനിൽ പോകണ്ടോ ആ സമയത്ത് എന്റെ കുട്ടി കണ്ടിട്ട് കേരളത്തെ എല്ലാ ആൾക്കാരെയും അവിടെ പിടിച്ചിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അറിയില്ല പിന്നെ ചോദിക്കും, സ്നേഹമാക്കും കുട്ടികളൊക്കെ കണ്ടിട്ട്. പിന്നെ അവിടെ നമ്മളുടെ നാട്ടില് എത്തിയിട്ട് ഒരു ഭയങ്കര സങ്കടമായി അത് കണ്ടിട്ട്. എന്റെ കുട്ടിന്റെ ഇവിടെ ഉണ്ട്, അടുത്തുണ്ട്, പക്ഷെ തിരിച്ചു നോക്കിയില്ല. എത്ര കളിക്കുന്നുണ്ട് കുട്ടി, പക്ഷെ ആരും നോക്കുന്നില്ല. കേരളത്തെ അറിയില്ല പിന്നെ ആൾക്കാർ കാണും. ഡ്രസ്സിങ്ങോ? കേരള സൂപ്പർ. നമുക്ക് ഏറ്റവും നല്ലതായ ഒരേ ഇഷ്ടം എന്താ പറയാ, പെൺകുട്ടിമാർ പാന്റ് പിന്നെ നല്ല ഇഷ്ടം, നല്ല ഭയങ്കര ഇഷ്ടം. ട്രാൻസ്പോർട്ട്, ഈ ബസ് കാര്യം, വണ്ടിയൊക്കെ ഓടിക്കാനും റോഡൊക്കെ വൃത്തി അടിപൊളി. കേരളം മൊത്തത്തിലെ കേരള നല്ലതാ. കാരണം എന്താ അറിയോ, ഈ കേരള പോലെ സത്യം പറഞ്ഞല്ലേ കേരളത്തിൽ ഏത് സർക്കാർ വരും, കോൺഗ്രസ് വരുന്നാലേ പ്രശ്നമില്ല, CPM വരുന്നാലേ പ്രശ്നമില്ല, ഏത് സർക്കാർ ഇവിടെ ഉണ്ട് നല്ലതാ, നല്ല സർക്കാർ. പക്ഷേ നമ്മളുടെ നാട്ടിൽ എങ്ങനെ അറിയും, ഒരാൾക്കാർ പവറിൽ നിന്നാലേ മറ്റേ ആൾക്കാർക്ക് ചവിട്ടിട്ട് അടിച്ചിട്ട് ഒഴിവാക്കും. പിന്നെ അവൻ തോൽക്കും, പിന്നെ ഇവൻ അടിക്കും. അങ്ങനെ ഇവിടെ അടിയില്ല, അവിടെ അടിയില്ല. അതാണ് ഞാൻ കണ്ടു വീഡിയോയില്, നാട്ടിലുണ്ട് ആ സമയത്ത്. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലായി അല്ല. ബംഗാള് BJP ജയിച്ചപ്പോ എന്താ ചെയ്യാ, ശരിയാ പോകുന്നുണ്ട് ഇപ്പൊ, ഒന്നും പറയണ്ട. എന്താ ഇപ്പൊ ഈ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ എല്ലാരും കൂടി പോയല്ലോ, ആരും തിരിച്ചു തരാത്തത് എന്താ? വരും. കാരണം എന്താ പറയാ, ഇപ്പൊ എല്ലാ ആൾക്കാരും നാട്ടിൽ പോയി ഈ വോട്ട് അടിക്കാൻ വേണ്ടിട്ട് ഇലക്ഷനില്. കാരണം എല്ലാ MLA മാർ ഒക്കെ ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട് ആൾക്കാർക്കും. ഇപ്പൊ വന്നില്ലെങ്കിൽ വോട്ട് അടിച്ചില്ലെങ്കിൽ
പേര് അക്ക SIR-ലെ പേര് വിട്ടോ ആ ഒഴിവാക്കും. അതാണ് എല്ലാ ആൾക്കാരും പേടിച്ചിട്ട് പോയി. ഞാൻ അങ്ങനെ പേടിച്ചിട്ട് പോയി. അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോവില്ല. നമുക്ക് അത്ര ആഗ്രഹമില്ല. കാരണം അവിടുത്തെ വോട്ട് എത്ര നല്ലതല്ല. കേരളത്തെ വോട്ട് ആയില്ല മനസ്സിലാവില്ല. വോട്ട് എന്താ അറിയില്ല, നോർമലായിട്ട്. അതാണ് അവിടെ അക്രമമായിരിക്കും. അവിടെ ഭയങ്കര. ഏത് പാർട്ടി ഇഷ്ടം? ലെഫ്റ്റ് ആണോ, ഐ മീൻ കമ്മ്യൂണിസ്റ്റ് ആണോ? ഇവിടെ കേരളത്തെ ഏത് പാർട്ടി? കേരളത്തെ എല്ലാ പാർട്ടിയാണ് ഇഷ്ടം. എല്ലാ പാർട്ടി, മുസ്ലിം ലീഗ്, പിന്നെ കോൺഗ്രസ്, CPM എല്ലാം നല്ലതാ. നല്ലതല്ലേ പറയാ പാടില്ല. കാരണം എന്താരോ നല്ലതാ, ഇതാ അടിപൊളിയാണ്. കാരണം ഞാൻ എല്ലാ സ്ഥലത്തും പോയിനി, എല്ലാ കറങ്ങാറുണ്ട്. പിന്നെ നമുക്ക് ഹിന്ദി അറിയാം, ഹിന്ദി ന്യൂസ് കാണാറുണ്ട്, നമ്മളുടെ നാട്ടിന്റെ ന്യൂസ് കാണാറുണ്ട്, മലയാളം ന്യൂസ് കാണാറുണ്ട്. 3 ഭാഷയില് ഞാൻ എല്ലാ വീഡിയോ റീൽസ് കാണാറുണ്ട്. ഇപ്പൊ എവിടെ എന്ത് പ്രോബ്ലം അറിയും, എല്ലാം അറിയും. പക്ഷെ കേരള ആൾക്കാർക്ക് കേരളന്റെ മാത്രം അറിയും. പക്ഷെ ഹിന്ദി അറിയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. ഒരുവിധം എല്ലാവർക്കും എല്ലാ ആൾക്കാരും കേരള ഇപ്പൊ നല്ല ഹിന്ദി അറിയണ്ടേ. ഏകദേശം ഇപ്പൊ 50% ആൾക്കാർ ഹിന്ദി സംസാരിക്കണ്ടേ. നല്ലായിട്ട് ഇവിടെ ഹിന്ദി നിർബന്ധം നല്ലായിട്ട്. ഞാൻ വിചാരിച്ചില്ല എത്ര നല്ലായിട്ട് കേരള ആൾക്കാർ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. 50% ആൾക്കാര് ഹിന്ദി പഠിച്ച്. എനിക്ക് ഹിന്ദി അറിയില്ല. ഞാനില്ല, എനിക്ക് ഹിന്ദി അറിയില്ല. പക്ഷെ ഇതാ നിങ്ങളുടെ ആഗ്രഹമില്ലേ, അറിയും, കുറച്ചറിയാം. അതാണ് നല്ല ബെസ്റ്റ്. ചില ആൾക്കാർ സംസാരിക്കില്ലേ. ഒരു ബ്ലോഗ് ഞാൻ കണ്ടു, കേരളത്തിൽ ഒരാൾക്കാർ വന്നിട്ട് അവിടെ ആൾക്കാർക്ക് ചോദിച്ച്, പിന്നെ ആ ബ്ലോഗർ ഹിന്ദി ബ്ലോഗർ പറയണ്ടേ ഈ ഇന്ത്യയില് ഏറ്റവും നല്ലതാണ്. ഞാൻ മാത്രം പറയില്ല, വേറെ ആൾക്കാർ പറയാറുണ്ട്. അടിപൊളി കേരള. കാരണം എന്തായാലും ഈവൻ ഹിന്ദി പറഞ്ഞല്ലോ മനസ്സിലാവില്ല. ഹിന്ദി ബ്ലോഗർ ഇവിടെ വന്നി ബൊംബൈന് വന്നിട്ട് കേരള ആൾക്കാർക്ക് ചോദിച്ചു ഇവിടെ ഒരു സ്ഥലല്ലേ പോണം. പിന്നെ അവൻ ഹിന്ദി അറിയില്ല. പിന്നെ ആൾക്കാർക്ക് ഹിന്ദി അറിയില്ല, അങ്ങനെ കുറച്ച് അറിയും. അല്ലെ സംസാരിച്ചിട്ട് ആൾക്കാർക്ക് ആക്കി കൊടുത്തി. അതാണ് കേരള ആൾക്കാരെ. അങ്ങനെ ആൾക്കാരെ ഹിന്ദി ഭാഷയില് ഹിന്ദി അറിയില്ലെങ്കിലും സംസാരിക്കും. പിന്നെ ബുദ്ധിമുട്ടാക്കിട്ട് ആൾക്കാർക്ക് സ്ഥലത്തെ എത്തിച്ചു കൊടുക്കും. ബുദ്ധിമുട്ടാക്കാതെ പറഞ്ഞാൽ ഇപ്പൊ മുബാറക്ക് എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇവിടെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടാക്കി. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടാക്കിട്ട്, എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. ഇപ്പൊ നമ്മള് ഇപ്പൊ എനിക്കൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന്, ഇപ്പൊ ഞാൻ ഡൽഹിയിലായിരുന്നു കുറച്ചു നേരം ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ പോയി കുറച്ച് ഹിന്ദി പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ മലയാളം മറന്നു പോയിണ്ടായിരുന്നു. മീൻസ് നമ്മളെപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ്. അതേപോലെ മുബാറക്ക് ഇവിടുന്ന് ബംഗാളിൽ പോയിട്ട് മലയാളത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടോ? മീൻസ് അറിയാതെ? ഉണ്ട്. എന്റെ അമ്മന്റെ കൂടെ സംസാരിക്കുമ്പോ അങ്ങനെ കുറച്ച് മലയാളം കയറി പോവും. പിന്നെ എന്റെ ഭാര്യന്റെ കൂടെ സംസാരിക്കുമ്പോ മലയാളം കയറി പോവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഹിന്ദി വരും. മലയാളം നാട്ടിൽ പോയി വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. തുടങ്ങുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു മാസം നിന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ മലയാളം ഭാഷയല്ലേ ഭയങ്കര ടാസ്റ്റുള്ള ഭാഷയാണ് പഠിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാരും പറയും മലയാളം കുറച്ച് ടഫാണ്. ഭയങ്കര ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ജാസ്തി ദൂരില് പോകും ഭാഷ. പറയാൻ മാത്രമുള്ളതോ വായിക്കാൻ പറ്റുമോ? വായിക്കാറില്ല. ഞാൻ പഠിച്ചില്ല തന്നെ. നമുക്ക് ഒരേ ബുദ്ധി ഉണ്ടല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്യും. വോയിസില് ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ ഞാൻ കേൾക്കും. ഓക്കെ റെഡി. പിന്നെ ക്യാപ്ഷൻ റെഡി, വീഡിയോന്റെ ക്യാപ്ഷൻ റെഡി ആക്കും. അങ്ങനത്തെ പോലെ വീഡിയോന്റെ ക്യാപ്ഷൻ ഒക്കെ മുബാറക്ക് ഞാൻ ക്യാപ്ഷൻ റെഡി ആക്കിണ്ട് മലയാളത്തിലെ. അപ്പൊ ഈ ഇടുന്ന കമന്റ് ഒക്കെ വായിച്ചോക്കാറുണ്ടോ? ഇടുന്ന കമന്റ് ഒക്കെ മനസ്സിലാവോ? ഇൻസ്റ്റാഗ്രാമില് ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് അറിയില്ല, പക്ഷെ വായിച്ചാ മനസ്സിലാവും. നമുക്ക് പകുതി പഠിക്കാം. അതെ, കുറച്ച്. പിന്നെ ബർക്കിന്റെ ആ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, തേങ്ങ മുമ്പ് ജാസ്തി സത്യം ഒരു വിഷയമില്ല. നിങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിയും. എനിക്ക് കഴിയുമോ? ഈസി ഒരു ട്രിക്ക് ഉണ്ട്.
എന്താ ട്രിക്ക്? ട്രിക്ക് പറഞ്ഞാല് ചെറിയ ഈ ഇതിലേ അത് ചെറിയ അങ്ങനത്തെ പോലെ ഗ്യാപ്പ് വേണം. കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ അടിക്കണം. തെങ്ങിന്റെ മുകളിൽ ഇരിക്കണം. അതിലെ കുറച്ച് ഗ്യാപ്പ് വേണം. കൈ വേദനിക്കില്ല? ഇല്ല ആവൂല. കൈ വേദനിക്കില്ല? ഒന്നും ആവൂലേ? ഞങ്ങൾ തേങ്ങ വിളിക്കാൻ വേണ്ടിട്ട് തേങ്ങ എടുക്കും, മറ്റേ വെട്ടിട്ട് അങ്ങനെ തേങ്ങ വിളിക്ക. ചില സമയത്ത് അടിക്ക അറിയില്ലെങ്കിൽ കൈ അടിക്ക അറിയണം. അവിടെ ഈ ഇതാക എന്താ പറയാ, അങ്ങനെ മുഷ്ടി ഈ മുഷ്ടി ഭയങ്കര പവറിൽ പിടിക്കണം. ഭയങ്കര പവറില്, ജാസ്തി പവറില്. ഇതിലും മെയിൻ പവർ കൊടുക്കണം. തൊട്ടകപ്പെട്ടു മെയിൻ ഇതാ ഈ പവർ, ജാസ്തി പവർ പൊട്ടും. 100%. ബംഗാളിന്ന് ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ ടോട്ടൽ അത് 7 വർഷം 8 വർഷം ആവും. കൺഫേം അറിയില്ല കേട്ടോ. പക്ഷെ മലപ്പുറമില് 6-7 വർഷം 10 വർഷം ആയിരിക്കും. 10 വർഷം ആയിരിക്കും. കാരണം ഫസ്റ്റ് സിംഗിൾ ആയിട്ട് വന്നില്ല, അതെന്നെ കൂട്ടിയില്ല കേട്ടോ. ഇത് ഫാമിലി ആയിട്ട് വന്നിട്ട് 5-6 വർഷം. ഫാമിലി ആയിട്ട് വന്നിട്ട് 5-6 വർഷമായി. ഇതിന്റെ മുമ്പ് സിംഗിൾ ആയിട്ട് എത്ര വർഷം നിന്നെ എത്ര ആയിട്ട് അറിയില്ല, കൺഫേം അറിയില്ല. ഇത്രയും വർഷത്തിനിടയില് ഇവിടെ വന്നിട്ട് ബംഗാളിൽ മിസ് ചെയ്തെന്താ? ബംഗാളില് മിസ്സാകെ പറഞ്ഞല്ലേ ഒരു രസഗുല്ല, കൊൽക്കത്ത രസഗുല്ല, പിന്നെ തൈര് കട്ട തൈര്, അവിടുത്തെ തൈരാണ്. അവിടുത്തെ തൈര്, നമ്മളുടെ നാട്ടിന്റെ തൈര്, കട്ട തൈര് ഭയങ്കര നമുക്ക് ഇഷ്ടം. നാട്ടില് പോയില്ലേ ഫസ്റ്റ് വീഡിയോയില് പോയിട്ട് തൈര് കഴിക്കും. തൈര് രസഗുല്ല ഇതാ ഫസ്റ്റ്. പിന്നെ വേറെ നല്ല ഇഷ്ടം. അച്ഛനോടും അമ്മേനോടൊക്കെ പറയാറുണ്ടോ? മീൻസ് അമ്മ അപ്പ പറയാറുണ്ടോ കേരളത്തെ കാര്യം? പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നല്ല നല്ലതാ, നമുക്ക് കറങ്ക, ഇവിടുത്തെ ആൾക്കാർ നല്ലതാ, അടിപൊളി, നിങ്ങൾ കഞ്ചി തരാ. ഇവിടുത്തെ ആൾക്കാര് നമ്മളുടെ അപ്പ അമ്മ എന്താ അറിയോ, ഫാമിലി വരില്ല. കാണാൻ വേണ്ടിട്ട് നമ്മളുടെ നാട്ടിന്റെ ആൾക്കാർ എന്താ അറിയോ, ഈ കറങ്ക അറിയില്ല. മെയിൻ പ്രോബ്ലം ആണ് കറങ്ക അറിയില്ല. അതാണ് കറങ്ക അറിയില്ല, കറങ്ങൂല. നമ്മളുടെ നാട്ടിലെ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചപ്പോ നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ കഴിയും. നമ്മളുടെ നാട്ടിലെ അങ്ങനെ ഇല്ല. ഒട്ടൊക്കെ പോയില്ലേ ആൾക്കാര് വേറെ സംസാരിക്കും, കോമെന്റ് ചെയ്യും, വേറെ രീതിയിലെടുക്കാം, മോശ കോമെന്റ് ചെയ്യും. നീ ഒട്ടൊക്കെ എവിടെ പോയി അങ്ങനെ മോശ പറയും. ഭർത്താവ് ചിലപ്പോ ഒന്നും പറയില്ല. നിങ്ങൾ വിചാരിച്ചോ എന്റെ ഭാര്യ ഒറ്റക്ക് പോയി, ഞാൻ പറഞ്ഞ നജുബുൻ നിങ്ങൾ പോയിക്കോ, കറങ്ങിക്കോ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്റെ ഭാര്യ കറങ്ങ പോയി. പിന്നെ നമ്മളുടെ ഫാമിലി ആൾക്കാർ, പിന്നെ നമ്മളുടെ ഗ്രാമന്റെ ആൾക്കാർ പറയും, ഈ നജുബുൻ എവിടെ പോയി, ഒറ്റക്ക് പോയി, എന്തിനു പോയി, അങ്ങനെ ഒരു അങ്ങാടിയിൽ പോയിട്ട് അവനവന് സംസാരിക്കും. മുബാറക്കിന്റെ ഭാര്യ ഇവിടേക്ക് എന്നാ കണ്ടു, എന്ത് ചെയ്യണ്ട ഇപ്പോ, അങ്ങനെ ഭർത്തന. അതുകൊണ്ടാണ് നമ്മളുടെ നാടിന്റെ ആൾക്കാര് ഭാര്യക്കോ അതെ വിടൂല പറഞ്ഞാല് അതാണ് പേടി. ആൾക്കാര് മോശപ്പെടും. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ലേ? അതാണ് കേരള ഓൾ നല്ലത്, എല്ലാം നല്ലത്. എനിക്ക് ആദ്യം തൊട്ടേ ഉള്ളൊരു സംശയം, ബംഗാളിൽ നിന്ന് എല്ലാവരും കേരളത്തിലേക്കാണ് പണിക്ക് വരുന്നത്. അതെന്തുകൊണ്ടാ? നമ്മളുടെ നാട്ടിലെ കൂലി എത്ര ഇല്ല, കൂലി കമ്മി ഉണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിന്റെ ഒരു നല്ല അത് പറട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്ത് ആൾക്കാർ വിചാരിക്കും മുബാറക് നല്ല. നമ്മളുടെ നാട്ടില് എന്താ പറയുക, കൂലി കമ്മി, പക്ഷെ അവിടെ തന്നെ ചെലവ് കമ്മി ഉണ്ട്. ഇവിടെ ചെലവ് കൂടുതലാ. കൂലി ഉണ്ടല്ലോ, കൂലി ഡെയിലി കിട്ടിണ്ടല്ലോ, ഡെയിലി കൂലി കിട്ടിണ്ട്. ഇപ്പൊ ചെലവാക്കാൻ ഒരു പ്രശ്നമല്ലേ? പക്ഷെ നമ്മളുടെ നാട്ടില് കൂലി കമ്മി, പനി കമ്മി. അതാണ് മെയിൻ പ്രശ്നം. അതാണ് പൈസ കൂട്ടാൻ കഴിയൂല. ഇപ്പൊ കേരളത്തിൽ എത്ര ചെലവുണ്ടെങ്കിൽ പൈസ കൂട്ടാൻ കഴിയും. കാരണം ഇവിടെ കൂലി ഡെയിലി കിട്ടിണ്ട്. അതാണ് നമ്മളുടെ നാട്ടില് കൂലി കമ്മി, പിന്നെ
ചെലവാകും. ഇപ്പൊ അവിടെ സാധനങ്ങൾക്ക് പൈസ കുറവാണെന്നാണല്ലോ, അതെ അതെ ചെലവ് കമ്മിയാണല്ലോ. അതെ അതെ. അപ്പൊ അവിടൊക്കെ ഇപ്പൊ ഒരു ചായക്കൊക്കെ എന്താ വില? ചായക്ക് 5 രൂപ. 5 രൂപ. 5 രൂപ. കടിക്കോ? കടി 10 രൂപ. 10 രൂപ. 10 രൂപ. ചില സാധനത്തിന് വില കൂടുതലാണ്, ചിലതിന്റെ കമ്മിയുണ്ട്. കമ്മിയാ. പൊറോട്ടയ്ക്ക്? പൊറോട്ട 4 പൊറോട്ടന് 20 രൂപ. 4 പൊറോട്ടയ്ക്ക് 20 രൂപ. പക്ഷെ ആ പൊറോട്ട വേറെ പൊറോട്ട, കേരള പോലെ ഇല്ല. ചെറിയ പൊറോട്ട, കുഞ്ഞി പൊറോട്ട. കുഞ്ഞു പൊറോട്ട. പക്ഷെ ചെറിയ പൊറോട്ട 20 രൂപ. പിന്നെ അതിലെ കറിയുണ്ട്, പിരി, അരി, എണ്ണ, ഇതിനൊക്കെയാ അതില് കമ്മി വില. നമ്മുടെ നാട്ടിലെ അരിന്റെ വില കമ്മിയല്ലേ? നമ്മളുടെ നാട്ടിന് അരി കേരളത്തിൽ വരെ. അതെ അതെ. അവിടെ പ്രൊഡക്ഷൻ, അവിടെ തന്നെ കൃഷിയില്ലേ, കൃഷിയുണ്ട്. അവിടെ തന്നെ നെല്ല് കൃഷി ജാസ്തി. അവിടെ മുബാറക്കിന്റെ വീടും കാര്യമൊക്കെ എങ്ങനെയാ? വീട് തറവാട് നല്ലല്ല. അവിടെ ആരൊക്കെ ഉണ്ട് ഇപ്പൊ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ അനിയനുണ്ട്. അനിയന്റെ മുബാറക്കിന് ഒരു അനിയനും 4 പെങ്ങന്മാരും. അതെ അതെ അതെ. എല്ലാ കല്യാണം കഴിയും. എല്ലാവരും കല്യാണം. ഇപ്പൊ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ചെറിയ വീട്, 2 നില വീട്, അടുത്തടുത്ത ആൾക്കാര്. ബംഗാളിലൊക്കെ എങ്ങനെയാ? ബംഗാളിലെ അത്ര നല്ലല്ല, ഭയങ്കര അടുത്തടുത്ത് ഒരു നമ്മളുടെ ഒരു വീടുണ്ട്, ആ വീടിന്റെ സൈഡില് ഒരു സ്ഥലമില്ല, ബാക്കില് പോവാൻ കഴിയൂല, സ്ഥലമില്ല, നടന്നു പോവാൻ സ്ഥലമില്ല. കേരളത്തെ നല്ലതാണ്. കേരളത്തെ എല്ലാ വീടിന്റെ ബാക്ക് സൈഡ് കറങ്ങ, എല്ലാം കറങ്ങ. അത് ഇന്ന ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അത് ചോദിച്ചിട്ട് നന്നായി. ആ വീഡിയോ നമ്മളുടെ ഭാഷയില് ഞാൻ ചെയ്തി കൊടുത്തി. ഇതാണ് കേരള വീട്, കണ്ടോ? ബാക്ക് സൈഡിലെ എല്ലാ സ്ഥലമുണ്ട്, ആൾക്കാർ കറങ്ങണ നടക്കണ സ്ഥലമുണ്ട്. അങ്ങനത്തെ പോലെ വീട് വേണം. അങ്ങനത്തെ പോലെ വീഡിയോ ചെയ്തി നമ്മളുടെ ഭാഷയിൽ. നമ്മളുടെ ഭാഷയിൽ 2 ചാനൽ ഉണ്ട്. 2 ചാനൽ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഇല്ല, സോറി, ഇൻസ്റ്റാഗ്രാം ഇല്ല. ഇൻസ്റ്റാഗ്രാം ബംഗ്ലാലില്ല. സോറി, ഒരു വർദ്ധന പറയട്ടെ. ബംഗ്ല പറഞ്ഞാല് ഗൈസ്, കുറെ പേര് നമുക്ക് ചോദിക്കാറുണ്ട്, മുബാറക് നിങ്ങൾ ബംഗ്ലാദേശിയാണോ? ബംഗ്ലാദേശിയില്ല. ബംഗ്ലാദേശി വേറെ, ബംഗാൾ വേറെ. ബംഗാൾ പറഞ്ഞാല് വെസ്റ്റ് ബംഗാൾ അറിയില്ലേ? വെസ്റ്റ് ബംഗാൾ. ബംഗാൾ പറഞ്ഞാൽ ചില മലയാളി ആൾക്കാർ വിചാരിക്കും ബംഗ്ലാദേശിയാണോ? അതല്ലേ, ബംഗ്ലാദേശി വേറെ, ബംഗാൾ വേറെ. ഇപ്പൊ അതുകൊണ്ട് ഞാൻ വെസ്റ്റ് ബംഗാൾ പറഞ്ഞു. ബംഗാൾ വേറെ, വെസ്റ്റ് ബംഗാൾ വേറെ. വെസ്റ്റ് കൂട്ടണം, അപ്പൊ ശരിയാവും. ഇപ്പൊ അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോയി. ബംഗാൾ പറയാൻ പാടില്ല. വെസ്റ്റ് ബംഗാൾ പ്രശ്നമുണ്ട്. കുറെ പേരും ഏറ്റവും കൂടുതലാ മുബാറക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ഈ വാർത്തന ചോദിക്കാറ്, നിങ്ങൾ ബംഗ്ലാദേശിയാണോ? അപ്പൊ ഞാനും ചോദിക്കണ്ട, മുബാറക്ക് ബംഗ്ലാദേശ് അല്ല, വെസ്റ്റ് ബംഗാൾ. അതെ, വെസ്റ്റ് ബംഗാൾ. ഫസ്റ്റ് ഈ ബംഗ്ലാദേശ്, ബംഗാൾ ഒന്നുണ്ട്. ഇനി പിന്നെ പാകിസ്ഥാനിന്റെ കൂടെ, ഇന്ത്യന്റെ കൂടെ ഒക്കെ കുറച്ച് കച്ചടായി പിന്നെ പോയില്ലേ. അതുകൊണ്ട് ഇവിടെ തന്നെ പകുതി കട്ടക്ക് ബംഗ്ലാദേശായി. പിന്നെ ഇവിടെ ബംഗ്ലാ ഭാഷ പറയാ ആൾക്കാർ കുറച്ചുണ്ട് ഇന്ത്യയില്. ബംഗ്ലാദേശില് എത്ര ആൾക്കാരുണ്ട്, നമ്മളുടെ വെസ്റ്റ് ബംഗാളില് എത്ര ആൾ ഉണ്ട്, സെയിം ഉണ്ട്. സെയിം ഭാഷ, ബംഗാളി ഭാഷ തന്നെയാണ്. ബംഗാളി ഭാഷ നമ്മളുടെ ഇന്ത്യയിലെ ബംഗാളി ഭാഷ ഉണ്ട്, ബംഗ്ലാദേശിലെ ബംഗാളി ഭാഷ ഉണ്ട്. ഇപ്പൊ അതുകൊണ്ടാ കേരള ആൾക്കാർക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ടാ മലയാളം ആൾക്കാരുടെ ഇതാ ഫൗൾട്ടില്ല, ഇതാ സിറ്റുവേഷന്റെ ഫൗൾട്ട്. ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാര് മലയാളികളോട്, അപ്പൊ വെസ്റ്റ് ബംഗാളിലുള്ളവരെന്താ പറയാ? വെസ്റ്റ് ബംഗാൾ പറയും. വെസ്റ്റ് ബംഗാൾ. പക്ഷെ ചില ആൾക്കാർ ബംഗാൾ പറയും, ചില ആൾക്കാർ പറയും ബംഗാൾ. വീടാണ് ബംഗാൾ. ബംഗ്ലാദേശ്. ഇപ്പൊ ചില ആൾക്കാർ മലയാളം ആൾക്കാർ വിചാരിക്കും ബംഗ്ലാദേശാണോ? ബംഗ്ലാദേശ് അല്ല. മുബാറക്കിന്റെ ശരിക്കത്തെ പേരെന്താ? ഞാൻ നമ്പർ സേവ് ചെയ്യാൻ നേരത്ത് മുബാറക്ക് വലിയൊരു പേരായിരുന്നു. ആ പേരെന്താ? ദലുവാർ ഹുസൈൻ സൈദ്. 3 ആൾക്കാരുടെ പേര് ഞാൻ ഒറ്റക്ക് എടുത്തി. നമ്മളുടെ നാട്ടിലെ ഫസ്റ്റ് ഭയങ്കര മണ്ണന്റെ വീടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഒന്നും കിട്ടൂല. ഞാൻ വിചാരിച്ചു ഇപ്പൊ നാട്ടിൽ പോയില്ലേ, ഇതിന്റെ
നാട്ടിൽ പോയിട്ട് നമ്മളത്തെ ഗ്രാമത്തിന്റെ മണ്ണെണ്ണ വേടിക്കുള്ള ആൾക്കാരെ കഞ്ചി തരും. പക്ഷെ ഓരോ വേടി കിട്ടിയില്ല. ഇല്ല അല്ലേ? ഇതിന്റെ മുമ്പേ ഉണ്ടേനി ഉണ്ട്. നാട്ടിലുള്ളവർക്ക് അറിയോ മുബാറക്കിന് കേരളത്തിൽ ഇത്രയും വലിയ ഫാൻസ് ഉണ്ട്, ഞാൻ ഒരു വലിയ ഇൻഫ്ലുവൻസർ ആണ്, അറിയോ? ചില ആൾക്കാരെ അറിയും, നമ്മളുടെ ഗ്രാമത്തിന്റെ ആൾക്കാരെ മാത്രം അറിയും.